നിരുപദ്രവകാരിയായ ഒരു ഞാഞ്ഞൂലായിട്ടിരുന്ന വഖഫ് 1995-ലെയും 2013-ലെയും അമെൻഡ്മെൻറ്റ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നതോടുകൂടി ശക്തി പ്രാപിച്ച് വിഷപ്പാമ്പായി മാറിയത്. അത് ഘോരസർപ്പമായി കാളിയൻ പോലെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന ഒരു സർപ്പമായി വരുന്നതിന് മുമ്പ് അത് ഇല്ലാതെയാക്കുകയാണ് വേണ്ടത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന ഒരു വൻ വിപത്തായിട്ട് വഖഫ് മാറിയിരിക്കുന്നു. മൂന്നാം മോഡി സർക്കാർ വഖഫ് അമെൻഡ്മെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സംഗതിയെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുന്നത് തന്നെ. അത് ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിടേണ്ടി വന്നു. പ്രതിപക്ഷത്തിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും എല്ലാം ബഹളം കാരണം. അത് ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി നവംബർ 29-ന് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ വന്നപ്പോൾ BJP സർക്കാർ തന്നെ അത് നീട്ടിക്കൊടുത്തു. അതിൻ്റെ ടൈം 2025 ബജറ്റ് സമ്മേളനത്തിലേക്ക് മാറ്റിവെക്കുകയും ഉണ്ടായി. BJP സർക്കാർ വഖഫ് അമെൻഡ് ചെയ്ത് ആ ഉപദ്രവം ഇല്ലാതാക്കും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്നാൽ BJPയും രാഷ്ട്രീയ കളി തന്നെ കളിക്കാൻ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ. കേന്ദ്ര സർക്കാർ ഏതായാലും ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാനിരിക്കുകയാണ്. എല്ലാ പൗരന്മാർക്കും തങ്ങളുടെ സ്വത്ത് വേണമെങ്കിൽ വഖഫ് അഥവാ ചാരിറ്റി ആവശ്യങ്ങൾക്ക് എഴുതി വയ്ക്കാൻ ഉതകുന്ന വിധത്തിൽ സിവിൽ കോഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റ് പൗരന്മാർക്ക് തങ്ങളുടെ മരണാന്തരം തങ്ങൾ ദാനം ചെയ്ത സ്വത്ത് മറ്റാരും ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റിയ സംവിധാനമാണ് വേണ്ടത്. അങ്ങനെ ഏകീകൃത സിവിൽ കോഡിൽ ഉൾപ്പെടുത്തി ഇത് ചെയ്യാൻ സാധിക്കുന്ന പക്ഷം ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യമേ ഇല്ല. ഡിസംബർ 1-ാം തീയതി ഇന്ന് ഇപ്പോൾ വന്നൊരു ന്യൂസ് എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ് ക്യാൻസലാക്കിയെന്നാണ്. അത് എടുത്തു കളഞ്ഞു, ഓർഡർ ഇറക്കി. അപ്പോൾ അങ്ങനെ ഇറക്കാനുള്ള ഒരു പവർ ഉണ്ടെന്നുള്ളത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫ് ബോർഡിൽ ഇടപെടാൻ കോടതികൾക്ക് അനുവാദം കൊടുത്തിട്ടില്ല എങ്കിൽ വഖഫ് ബോർഡ് ഇപ്പോൾ സർക്കാർ എടുത്തു കളഞ്ഞാൽ കോടതികൾ ഒന്നും ചെയ്യാനില്ല. കോടതികളെ തുടിക്കാത്തൊരു നിയമമാണിത്. അപ്പോൾ അങ്ങനെയൊരു സൗകര്യം ഇവിടെയുണ്ട്. വേണമെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് മുനമ്പം 600 ഫാമിലീസിനെ രക്ഷിക്കാനായിട്ട് വഖഫ് ബോർഡിൻ്റെ കേരള വഖഫ് ബോർഡ് ക്യാൻസൽ ചെയ്തുകൊണ്ട് എടുത്തു കളഞ്ഞുകൊണ്ടൊരു ഓർഡർ ഇറക്കാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവരുടെ എല്ലാ വിധ ആക്ടിവിറ്റീസും പരിശോധിക്കുകയും യഥാർത്ഥത്തിൽ വഖഫിനെ എഴുതി വെച്ചിട്ടുള്ള ആളുകൾ, അത് അവരുടെ സ്വത്താണെങ്കിൽ തീർച്ചയായിട്ടും ആ പർപ്പസിനാണ് ഉപയോഗിച്ചതെന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ഒരു ക്ലീനിങ് നടത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വഖഫ് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൊതു കാര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് തങ്ങളുടെ സ്വത്തുക്കൾ എഴുതി വയ്ക്കാനുള്ള സംവിധാനമാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളായിക്കോട്ടെ, ആശുപത്രികളായിക്കോട്ടെ, ആ പർപ്പസിനാണോ അത് ഉപയോഗിച്ചത് എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അത് പരിശോധിക്കാനാണ് ബോർഡുകൾ ഉണ്ടാക്കിയത്. അതിനപ്പുറം കയറി ബോർഡുകൾ കയറി കളിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ബോർഡുകൾ അഴിമതി നിറഞ്ഞ ആയിരിക്കുന്നു, കൊള്ള ചെയ്യുന്നു, അഴിമതി നിറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ചില പ്രബലരായ വ്യക്തികൾ ബോർഡിൻ്റെ മറവിൽ ഒരുപാട് കൊള്ളയടിക്കുന്നു. ഇതാണ് ഇപ്പം ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്വന്തം സ്വത്തുക്കൾ പൊതു ആവശ്യത്തിനായിട്ട് എഴുതി വയ്ക്കുന്ന ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ ജാതി മതക്കാർക്കും എല്ലാ പൗരന്മാർക്കും അത് ചെയ്യാൻ അവസരം കൊടുക്കേണ്ടതാണ്. അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് എൻഷുർ ചെയ്യാനായിട്ട് സർക്കാർ ഇടപെടുന്ന ഒരു നിയമം. അതിനുവേണ്ടി ഒരു നിയമം കൊണ്ടുവരിക. എല്ലാ വഖഫ് എന്ന് മാത്രമല്ല, അത് എല്ലാ പൗരന്മാർക്കും ഒരു നിയമം കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വേണം വഖഫ് നിയമം പരിഷ്കരിക്കേണ്ടത്. അതിൻ്റെ ഉദ്ദേശം ഒന്ന്, ഏത് പൗരനായാലും അത് തങ്ങളുടെ സ്വത്ത് എഴുതി വയ്ക്കാനുള്ള അവകാശവും അധികാരവും കൊടുക്കുക. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പർപ്പസിന്, എന്ത് പർപ്പസിനാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന് അത് നടക്കുന്നുണ്ടോ ഇത് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം